ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും സംരക്ഷണവും ഇന്ന് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം ഒരിക്കലും മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല എന്ന ഈ ഉൾബോധ്യം ഇന്ന് സങ്കീർത്തകനിലൂടെ നമുക്കും ഏറ്റുപറയാം. ഇന്നത്തെ ദിവസം നിന്നെ പരിചരിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ മുന്നോട്ട് നയിക്കുന്ന ദൈവം നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല. നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. നീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിന്നെ കരകയറ്റാൻ, നിന്നെക്കുറിച്ച് ധാരണകളുള്ള, നിന്നെക്കുറിച്ച് പ്രത്യേകം കരുതലുള്ള ദൈവം ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ്. അതിനാൽ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൽ പരിഹാരമുണ്ട്. ഏത് പ്രതിസന്ധികൾക്കും കർത്താവിൽ ശാശ്വതമായ പരിഹാരമുണ്ട്. അവിടുന്ന് എപ്പോഴും നിനക്ക് കാവലായിരിക്കും. അവിടുന്ന് നിൻ്റെ സൗഖ്യദായകനായിരിക്കും. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാകും. അവിടുന്ന് നിന്നെ ശക്തിപ്പെടുത്തുന്ന യഹോവയായ ദൈവമാണ്. ഇന്നത്തെ ദിവസം നിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നിന്നെ സഹായിക്കാൻ കർത്താവ് കൂടെയുണ്ടാകും. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും, യാത്രകൾ, ഇന്ന് ഇടപഴകുന്ന വ്യക്തികൾ, ഇന്ന് പോകുന്ന കാര്യങ്ങൾ, ഇന്ന് കുടുംബത്തിൽ ആവശ്യമായ എല്ലാം, സാമ്പത്തികം, സഹായം, ആൾ സഹായം, ഇന്ന് നിനക്കാവശ്യമായ വിജയം എല്ലാം കർത്താവിനോട് ഏറ്റുപറയുക. കർത്താവേ, ഇന്നത്തെ എൻ്റെ ഇടപാടുകളിൽ പരാജയമുണ്ടാകാതെ, നഷ്ടങ്ങളുണ്ടാകാതെ, എല്ലാ മേഖലയിലും ലാഭമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ യാത്രകളിലും പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ കരുതലും കാവലും ഉണ്ടാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 121 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എൻ്റെ കാവൽക്കാരൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്നു വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഏറ്റവും സ്നേഹവാനായ, ഞങ്ങളെ കരുതുകയും ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ഏറ്റവും കാരുണ്യവാനായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ഈ ദിവസം കാണാൻ, ഈ പുതിയ ദിവസം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ഉണർത്തിയ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് വരെ നീ ചെയ്ത ഓരോ അനുഗ്രഹത്തെ ഓർത്ത്, ഓരോ സൗഖ്യത്തെ ഓർത്ത്, ഓരോ അത്ഭുതത്തെ ഓർത്ത്, ഓരോ വിടുതലിനെയും വിജയത്തെയും ഓർത്ത് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി
കർത്താവേ, അവരെ അനുഗ്രഹിക്കുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ പരിപാലിക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങളിൽ അവർക്ക് കൂടെ നിൽക്കുവാൻ, അവർക്ക് ധൈര്യം നൽകുവാൻ, അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാൻ കൂടെയുള്ള ദൈവമേ, ഈ ദിവസത്തെ എല്ലാം കൊണ്ടും മനോഹരമായ ഒരു ദിവസമാക്കണമേ. സന്തോഷവും സമാധാനവുമുള്ള ദിവസമാക്കണമേ. ഇന്ന് ജോലി ചെയ്യാനുള്ള ശുഷ്കാന്തിയും ഓജസ്സും പ്രചോദനവും നൽകി നല്ല ഒരു ദിവസമായി, സന്തോഷത്തിൻ്റെ ദിവസമായി, സംതൃപ്തിയുള്ള ഒരു ജീവിതം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് യാതൊരു നഷ്ടങ്ങളോ പരാജയങ്ങളോ വരാതെ, ആരും ഞങ്ങളെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്യാതെ, ആരും ഞങ്ങളെ അപകടപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാതെ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സഹായമുണ്ടാകാൻ കർത്താവേ, സങ്കീർത്തകനോടൊപ്പം ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ സഹായമായ ദൈവമേ, ഞങ്ങളുടെ സഹായമായ കർത്താവേ, എപ്പോഴൊക്കെ ഈ മക്കൾ നിന്നോട് നിലവിളിക്കുന്നുവോ അവർക്ക് സഹായമരുളി അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നീ ചെയ്യണമേ. ദൈവമേ, ഈ മക്കൾ നിന്നിൽ ആനന്ദിക്കുവാൻ ഇവരെ സഹായിക്കണമേ. കർത്താവേ, ജീവിതത്തിലുണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളെ അഭിമുഖീകരിക്കാൻ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ, ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കർത്താവാണ് എൻ്റെ പരിപാലകൻ, എൻ്റെ കർത്താവാണ് എൻ്റെ ഇടയൻ, എന്നെ വഴി നടത്തുന്നവൻ. എനിക്ക് കുറവുകളുണ്ടായാലും എൻ്റെ കർത്താവ് നിറവുള്ളവനായ ദൈവം എൻ്റെ കുറവുകളിലും എന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കും. എൻ്റെ ജീവിതത്തെ, എൻ്റെ ജീവനെ, എൻ്റെ ശരീരത്തെ, മനസ്സിനെ, അന്തരാത്മാവിനെ, ആരോഗ്യത്തെ, സൗന്ദര്യത്തെ, ബുദ്ധിയെ, എൻ്റെ എല്ലാം കർത്താവ് എനിക്ക് ദാനമായി നൽകിയ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ കുടുംബം എല്ലാം കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, ഒരു പുത്തൻ അഭിഷേകം നൽകി ഒരു പുതിയ ജീവിതം കർത്താവിൽ നിന്നും സ്വീകരിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ ഇനിയുള്ള ജീവിതം മുഴുവനും സന്തോഷിക്കുന്നതിന്, കർത്താവിൽ ആനന്ദിക്കുന്നതിന് സന്തോഷത്തിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാത്രകളിൽ അവിടുന്ന് കൂടെയിരുന്ന് സംരക്ഷിക്കണമേ. ഇന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിജയം നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതുന്ന ദൈവമേ, കൃത്യസമയത്ത് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് സഹായിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രവർത്തന മേഖലയെ സംരക്ഷിക്കുന്ന ദൈവമേ, വരുമാന മേഖലയെ ഉയർത്തുന്ന ദൈവമേ, ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. ഇന്ന് ഈ മക്കൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ നിയോഗങ്ങളെ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ ശക്തമായ കരത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ഇവരോട് കരുണ തോന്നണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, സുഖപ്പെടുത്തണമേ. എല്ലാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഇന്നത്തെ ദിവസം പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങയുടെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും കൂടെയുണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.